2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12. What is this? എന്ത്? ഇത് 12. 12. എത്ര 12 എഴുതിയിട്ടുണ്ട് ഹയ? കറിയത്. വാവ്. ടീച്ചർ ഇത് ടീച്ചറാണോ എഴുതിയത്? ഇത് ഹയർ ടീച്ചർ എഴുതിയത്? വാവ്. ഇത് ലീഫൊക്കെ ടീച്ചറാണ് വരച്ചത്? വാവ്. കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ, മോർ ആൻഡ് ലെസ്. ഏതാ മോർ? എന്താ അത് മോറാവാൻ കാരണം? അതിൽ എത്ര? എണ്ണി നോക്കിയോ? 1, 2, 3, 4. ഓക്കെ. മറ്റേ കപ്പിൽ എത്ര ഉണ്ട്? 1, 2. അപ്പോൾ ഏതിലാ മോറുള്ളത്? മോർ ഏതില്ല? കൂടുതൽ ഏതില്ല? ഓക്കെ. കൂടുതൽ എന്താ പറയാ? മോർ. കുറേക്ക് എന്താ പറയാ? മോർ. കുറച്ചിന് എന്താ പറയാ? ലെസ്. ഓക്കെ. അപ്പോൾ ഇനി ഉമ്മച്ചി സ്റ്റാർ ഇടണം അല്ലേ ഹയാക്ക്? ഓക്കെ. വാ. അപ്പോൾ ഹയാക്ക് ഇത് മനസ്സിലായി എന്ന് ഉമ്മച്ചിക്ക് മനസ്സിലായി. ഹയർ ടീച്ചർ അടിപൊളിയായിട്ടാണല്ലോ പഠിപ്പിക്കണേ. സ്റ്റാർ ടീച്ചർ തന്ന സ്റ്റാറാണോ ഇത്? വാവ്. ഓക്കെ. പിന്നെ ഇവിടെ ഹയാക്ക് 12 കിട്ടി. അപ്പം അതിനും ഉമ്മച്ചി സ്റ്റാർ. ഇതിനും സ്റ്റാർ അല്ലേ? വാവ്. ഇതിന് കളർ ചെയ്തിട്ടില്ലല്ലോ ഹയ. യു ഹാവ് ഇൻ കളേർഡ് ഫോർ ദിസ്. ഫാസ്റ്റ് കളർ ചെയ്തേ. എന്തിനാ സ്റ്റാർ ഇടുന്നത്? ഹയർ ടീച്ചർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹയാക്ക് 12 കിട്ടി. എഴുതാനും കിട്ടി, കൗണ്ട് ചെയ്യാനും കിട്ടി, വായിക്കാനും കിട്ടി അല്ലേ? അപ്പോൾ അത് ഉമ്മച്ചിക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വളരെ വ്യത്യസ്തമായൊരു രീതിയിലാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത്. എൻ്റെ മോള് എൻ്റെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിലൊരു രീതിയാണ്. ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് അല്ല സ്റ്റാറും ടിക്കൊക്കെ ഇടുന്നത്, പേരൻസാണ്. പേരൻസ് മനസ്സിലാക്കി കുട്ടികൾ പഠിച്ചു ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ ലെസന് കുട്ടി കറക്റ്റായിട്ട് പഠിച്ചു എന്ന് പേരൻസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുട്ടിക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് ക്ലാസ്സിൽ പോയിട്ട് എന്ന് പേരൻസ് കൺഫേം ആയിട്ട് മനസ്സിലാക്കിയാൽ സ്റ്റാറും ടിക്കും സിഗ്നേച്ചറും ഇടും. ടീച്ചറിൻ്റെ ജോലി പേരൻറ്റ്. ക്ലാസ്സിൽ നിന്ന് കുട്ടികൾക്ക് സ്റ്റാറും ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡും പ്ലേ ബേസ്ഡ് ആയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്കൂളിലെ പഠന രീതി തികച്ചും വ്യത്യാസമാണ്. പേരൻസും ടീച്ചേഴ്സും കുട്ടികളും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ കുട്ടീനെ ഒരു വിഷയം പഠിപ്പിക്കുന്നത്. നിങ്ങളെ മക്കളെയും ഇതുപോലത്തെ സ്കൂളുകളിൽ ചേർത്താൽ നല്ലതായിരിക്കില്ലേ?